എല്ലാവർക്കും നമ്മൾ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് നിസാൻ സണ്ണി കേട്ടോ. നിസാൻ സണ്ണി ഏകദേശം ഒരു 2 lakh എബോ കവർ ചെയ്തുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ EGR, അതായത് വണ്ടി ബ്ലാക്ക് സ്മോക്ക് നന്നായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ EGRും അതുപോലെ തന്നെ എന്ത് ചെയ്യുക, സെൻസേഴ്സ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്ത് ചെക്ക് ചെയ്തിട്ട് നമ്മൾ EGR ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ ടൈമിംഗ് ചെയ്യുന്നുണ്ട്. ടൈമിംഗ് ചെയ്യണം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. ടൈമിംഗ് ഒരുപാട് എന്താ പറയുക, ഒരുപാട് ഭാഗം കൂടി ഈ രണ്ടും കൂടി വരുമ്പോൾ ഒരുപാട് ലെങ്തി ആയി പോകും, വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അതുകൊണ്ട് കാരണം എന്ത് ചെയ്യുക, നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ടൈമിങ്ങിൻ്റെ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ നിസാൻ ടൈപ്പ് വണ്ടി അത് മറ്റു വണ്ടികളെ കിട്ടുമ്പോൾ അതിൽ ചെയ്യാം കേട്ടോ. അങ്ങനെ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഇന്നതിൻ്റെ EGR അതുപോലെ തന്നെ ടർബോഡ് ഓസസ് ഇൻ്റർകൂളർ ഫുള്ളായിട്ട് ഫുൾ കിറ്റ്, അതായത് EGR സിസ്റ്റം അതുപോലെ തന്നെ ടർബോ സിസ്റ്റം ഫുള്ളായിട്ട് പ്രോപ്പർ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യണ ഒരു ഭാഗം നമ്മൾ നിസാൻ സണ്ണിയുടെ ചെയ്യണം. ഈ വണ്ടിക്ക് കംപ്ലയിൻറ്റ് കാണിക്കുക കാരണം ബ്ലാക്ക് സ്മോക്ക് ഉണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നന്നായിട്ട് പിക്കപ്പ് ഡ്രോപ്പും കാണിക്കുക, നന്നായിട്ട് ബ്ലാക്ക് സ്മോക്ക് ഉണ്ട്. ഓക്കെ, ബ്ലാക്ക് സ്മോക്കും പിക്കപ്പ് ഡ്രോപ്പാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നിസാൻ സണ്ണിയുടെ EGR സിസ്റ്റം അയച്ചിട്ട് ഈ വണ്ടി ഒരു നിസാൻ സണ്ണിയാണ്. 2 lakh എബോ കവർ ചെയ്തുള്ളൊരു വണ്ടിയാണിത്. അപ്പോൾ ബ്ലാക്ക് സ്മോക്ക് കാണിക്കുന്ന വണ്ടി, ബ്ലാക്ക് സ്മോക്ക് നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ പിക്കപ്പ് ഡ്രോപ്പും കാണിക്കുന്നുണ്ട്. അപ്പോൾ ബ്ലാക്ക് സ്മോക്ക് എന്തുകൊണ്ടെന്നുള്ള പ്രോപ്പറായിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ബ്ലാക്ക് സ്മോക്ക് വരുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇന്നലെ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ടെന്നേഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യാനുള്ള ഭാഗങ്ങൾ 1 by 1 ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. ഇതാണ് നമ്മൾ എഞ്ചിൻ റൂം വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. അത് ബ്ലാക്ക് സ്മോക്ക് ആയ കാരണം കൊണ്ട് തന്നെ പ്രോപ്പർ ഡയഗ്നോസിസ് തന്നെ ചെയ്യണം. 1 by 1 ആയിട്ട് പറഞ്ഞ് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കേണ്ടത് പറയണമെങ്കിൽ സെൻസേഴ്സിൻ്റെ ഭാഗങ്ങൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണം. ഇതിന് മാപ്പ് സെൻസറിന് ബൂസ്റ്റ് പ്രഷർ സെൻസർ എന്ന് പറഞ്ഞ സെൻസർ ഇതാണ്. അപ്പോൾ ഈ സെൻസറിൻ്റെ ഒക്കെ റീഡിങ് കറക്റ്റായിട്ട് നോക്കേണ്ടതുണ്ട്. കാരണം പ്രോപ്പർ എയർ ഫിൽട്രേഷൻ കറക്റ്റ് ഇല്ലാതെ വരുമ്പോഴാണ് ഈ ബ്ലാക്ക് സ്മോക്കിലേക്ക് വണ്ടി മാറുക. അപ്പോൾ പ്രോപ്പറായിട്ട് എയർ ഫിൽട്രേഷൻ കറക്റ്റ് ആകാതെ ഈ സെൻസേഴ്സൊക്കെ അത് ഇൻക്ലൂഡഡ് ആണ്. സെൻസേഴ്സിൻ്റെയൊക്കെ വാല്യൂ സെൻസ് ആയിരിക്കും. ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ ഒക്കെ ഇഞ്ചക്ഷൻ കറക്റ്റായിട്ട് നടക്കുക. ഇഞ്ചക്ഷനിലൊക്കെ പ്രീ ഇഞ്ചക്ഷൻ ആയാലും പോസ്റ്റ് ഇഞ്ചക്ഷൻ ആയാലൊക്കെ അതിൻ്റെ ലിമിറ്റിൽ നടക്കുന്നത് കറക്റ്റ് സെൻസേഴ്സിൻ്റെ വാല്യൂ കറക്റ്റായിരിക്കണം. അതായത് സെൻസേഴ്സ് കൊടുക്കുന്ന സിഗ്നൽ ഔട്ട് ECUവിന് കൊടുക്കുന്ന ഫീഡ്ബാക്ക് കറക്റ്റായാൽ മാത്രമേ അതിൻ്റേതായ പെർഫോമൻസ് വണ്ടി കാണിക്കുള്ളൂ. അതിലൊക്കെ വേരിയേഷൻ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുന്നതാണ് ഇതിന് IAT സെൻസർ വരുന്നത്. പിന്നെ നമുക്ക് ഇതിന് EGR നോക്കാനും കൂടി ഉണ്ട്. EGR എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ സിസ്റ്റമാണ് EGR. അപ്പോൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻ്റർകൂളർ, അതായത് EGRൻ്റെ ടർബോയുടെ ഇൻ്റർകൂളർ നമ്മൾ നോക്കാനുണ്ട്. ടർബോയുടെ ഇൻ്റർകൂളർ വരുന്നതെന്നുണ്ടെങ്കിൽ ഇതിനകത്താണ്. ഓക്കെ, ഇതിനകത്താണ് വരിക. ഇത് കാണുന്നു വിചാരിക്കുന്നത് ഇതിനകത്താണ് വരിക. ഈ ഫെൻഡറിനുള്ളിൽ ഇതിനകത്തായിട്ടാണ് വരിക. അപ്പോൾ ബാറ്ററിയും അതുപോലെ തന്നെ എയർ ഫിൽറ്റർ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ EGR ആണ് റിമൂവ് ചെയ്യേണ്ടത്. EGR വരുന്ന ഇവിടെയാണ്. അപ്പോൾ കുറച്ച് കൺജസ്റ്റഡ് ഏരിയയിലാണ് ഇതിൻ്റെ ഫിറ്റിങ്സ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് റിമൂവ് ചെയ്തതിന് ശേഷമുള്ള പാർട്ടുകൾ കാണിച്ചു തരാം. ഇതാണ് EGRൻ്റെ ആക്ച്വേറ്റർ വരുന്നതുണ്ടോ. ഇതാണ് ഇത് EGRൻ്റെ ആക്ച്വേറ്റർ വരുന്നത്. പിന്നെ എയർ ഫിൽറ്ററിലാണ് ഇതിൻ്റെ IAT സെൻസർ ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്ത് വെച്ചു. എയർ ഫിൽറ്ററിന് ഇൻബിൽഡ് ആണ് ഇതിൻ്റെ IAT ഇൻടേക്ക് എയർ ടെമ്പറേച്ചറാണ് IAT സെൻസർ ഉണ്ടോ ഈ കാണുന്നതാണ്. അപ്പോൾ അതായത് ഇൻടേക്ക് മാനിഫോൾഡിലേക്ക് പോകുന്ന എഞ്ചിനുള്ളിലേക്ക് പോകുന്ന എയറിൻ്റെ ഹീറ്റ് ടെമ്പറേച്ചറൊക്കെ IAT ഇൻടേക്ക് എയർ ടെമ്പറേച്ചർ സെൻസറാണ് ഈ കാണുന്നത്. 2 പിൻ വയർ എന്താണ് 2 പിൻ കണക്ടറുള്ള ഒരു സെൻസറാണ് ഇൻടേക്ക് എയർ ടെമ്പറേച്ചർ സെൻസർ. അതുപോലെ തന്നെ ടർബോ ബൂസ്റ്റ് പ്രഷർ സെൻസറാണ് ഈ കാണുന്നത് കണ്ടോ. ടർബോ ബൂസ്റ്റ് പ്രഷർ സെൻസറാണ്. അപ്പോൾ ടർബോ എത്രത്തോളം ബൂസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു അതിൻ്റെ ഫീഡ്ബാക്ക് ECUവിന് എത്തുന്നത്, സിഗ്നൽ വഴി എത്തുന്നതാണ് ഈ ഒരു സെൻസറിൻ്റെ വാല്യൂക്ക് അനുസരിച്ചായിരിക്കും. അപ്പോൾ ഈ സെൻസർ ചോക്കോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ സെൻസേഴ്സ് കാർബൺ ഡെപ്പോസിറ്റ് അടിയായി കറക്റ്റ് വർക്കിംഗ് ഇല്ലാതൊക്കെ വരുമ്പോൾ എന്താവും, ടർബോ എന്ന് കിട്ടുന്ന ബൂസ്റ്റിൻ്റെ റീഡിങ് ECUവിന് അറിയാതെ വരും, ഫീഡ്ബാക്ക് അറിയാതെ വരും. അതുപോലെ തന്നെ അപ്പോൾ ബ്ലാക്ക് സ്മോക്കിലേക്ക് വണ്ടി പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇതും കൂടി ക്ലീൻ ചെയ്യണം. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ ബോഡി ഇതാണ് വരുന്നത് ഉണ്ടോ. അപ്പോൾ എയർ ഫിൽറ്റർ റിമൂവ് ചെയ്തിട്ട് എയർ ഫിൽറ്റർ കണ്ടീഷൻ നോക്കിയതിന് ശേഷം എയർ ഫിൽറ്റർ മോശമാണെങ്കിൽ റീപ്ലേസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും EGR റിമൂവ് ചെയ്തിട്ട് ബാക്കി ഭാഗങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ EGRൻ്റെ ഇൻടേക്ക് മാനിഫോൾഡിൻ്റെ ട്യൂബാണ് തന്നെ ഈ സ്റ്റീലിൻ്റെ ട്യൂബ്. EGRൻ്റെ ഇൻടേക്ക് മാനിഫോൾഡിൻ്റെ ട്യൂബാണ്. അപ്പോൾ ഇത് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫുള്ളായിട്ട് കാർബൺ ആണ്, നന്നായിട്ട് കാർബൺ ഡെപ്പോസിറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് റിമൂവ് ആണ് EGR അസംബ്ലി റിമൂവ് ചെയ്യാണ്ട്. അപ്പോൾ അതാണ് EGRൻ്റെ ആക്ച്വേറ്റർ വരുന്നത്. ആക്ച്വേറ്റർ ഇതാണ് വരുന്നത്. അപ്പോൾ അതിനകത്തൊരു വാൾവ് ഉണ്ടാവും. അപ്പോൾ ആ വാൾവൊക്കെ കൂടുതലായിട്ട് കാർബൺ ഡെപ്പോസിറ്റ് അടിഞ്ഞ് ചോക്കാനുള്ള കാര്യം കൂടുതൽ. അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്യാനുണ്ട്. പിന്നെ പ്രോപ്പറായിട്ട് നമുക്ക് എയർലൈൻ ഫുള്ളായിട്ട്, അതായത് ഇൻടേക്ക് മുതലുള്ള എയർലൈനാണ് ഇൻ്റർകൂളർ ആയാലും ടർബോൻ്റെ ഹോസസ് ആയാലും ഒക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കുറച്ച് കൺജസ്റ്റഡ് ഏരിയയിൽ അതിന് ഫിറ്റിങ്സ് വരും. അപ്പോൾ റിമൂവ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കാണിച്ചു തരാം. EGR റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് EGR സിസ്റ്റം ഫുള്ളായിട്ട് റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ ഫുള്ള് കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ട്. അതൊക്കെ നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഉണ്ടോ ഫുൾ ഭാഗങ്ങളൊക്കെ കാണാൻ വിചാരിക്കുന്നത് ഫുള്ളായിട്ട് കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ട്. അതേപോലെ തന്നെ EGRൻ്റെ ആക്ച്വേറ്ററാണ് ഈ കാണുന്നത്. ഇതാണ് EGRൻ്റെ ആക്ച്വേറ്റർ. ഈ ഒരു സോളിനോട് കണ്ടില്ല, ഈ ഒരു വാൾവ് ഓപ്പൺ ആൻഡ് ക്ലോസിങ്ങിലാണ് നമ്മൾ EGR വർക്ക് ചെയ്യുക. എക്സോസ്റ്റ് ഇൻടേക്ക് മാനിഫോൾഡ് വരുന്നത് ഈ വാൾവ് ഓപ്പൺ ആകുന്ന അനുസരിച്ച് ആണ് ഇത് വർക്ക് ചെയ്യുക. ഇതിൽ മെയിനായിട്ട് നമുക്ക് നോക്കാനുള്ള PCB ആണ്. PCB ഫിൽറ്ററാണ് ഈ കാണുന്നത്. അപ്പോൾ കണ്ടോ ഈ PCB ഫിൽറ്ററിൻ്റെ ഫംഗ്ഷൻ എന്നുണ്ടെങ്കിൽ കണ്ടോ നമ്മളെ ക്രാങ്കിൽ നിന്ന്, അതായത് ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്ന് ഉണ്ടാവുന്ന
പവർ ക്രാങ്കേഴ്സിൽ നിന്ന് വരുന്ന ഒരു എയർ ഉണ്ടല്ലോ, അതായത് ബാക്ക് കംപ്രഷൻ ഉണ്ടാവുന്ന ചെറിയൊരു എയറിന് അംശം ഓൾറെഡി കംപ്രഷൻ ചാമ്പറിൽ ഉണ്ടാവും. ആ എയർ റീസർക്കുലേഷൻ ചെയ്ത് വീണ്ടും ഇൻടേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഇതുണ്ടോ, ഇത് ബ്ലോക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ ഓയിലിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. നമ്മൾ ടാപ്പിക് കവറിൻ്റെ മുകളിൽ അത് വരിക. അപ്പോൾ ഇതിൽ ഓയിലിൻ്റെ കണ്ടൻറ്റ് ഇതിൽ കൂടുതലായിരിക്കും. അപ്പോൾ ഓയിലിൻ്റെ കണ്ടൻറ്റ് ഡ്രെയിൻ ആയിട്ട് നേരെ വീണ്ടും അത് നമ്മളെ ക്രാങ്കേഴ്സിന് എത്താൻ, ഓയിൽ ചമ്പക്ക് എത്താൻ വേണ്ടിയുള്ള സിസ്റ്റമാണ്. ഈ ഓസും കാണുന്നുണ്ടാവുന്നുണ്ടോ, ഈ ഓസ് വഴി നേരെ ക്രാങ്കൊക്കെ എത്താണ് ഇതിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ഫ്രഷ് എയർ മാത്രം നേരെ ഇൻടേക്ക് ചെല്ലും. ഓക്കെ, അപ്പോൾ ഇതെന്താ, ഈ ഒരു ഇതിനുള്ളിൽ ചോക്കായി കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിരിക്കും ഇത് വർക്ക് ചെയ്യുക. അതായത് ഈ ഒരു ഓയിലിൻ്റെ കണ്ടൻറ്റ് ഫുള്ളായിട്ട് ക്രാങ്കൊക്കെ പോകാതെ ഡയറക്റ്റ് ഇൻടേക്ക് മാനിഫോൾട്ട് അല്ലെങ്കിൽ ടർബോയിൻ്റെ ഉള്ളിലേക്ക് ചെല്ലും. അതുവഴി നമ്മൾ ഇൻ്റർകൂളറിലും അതുപോലെ തന്നെ ഇൻടേക്ക് മാനിഫോൾട്ടിലേക്ക് ഓയിലിൻ്റെ അംശം കൂടുതൽ ചെല്ലാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇതും കൂടെ അയച്ച് നമുക്ക് പ്രോപ്പറായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ടതുണ്ട്. ഓക്കെ, ക്ലീനിങ് പ്രോസസ്സിലേക്കാണ് കിടക്കണതുണ്ടോ, ക്ലീനിങ് പ്രോസസ്സിലാണുള്ളത്. ഇതിപ്പോൾ EGR സിസ്റ്റമാണ് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഫുള്ളായിട്ടും കാണുന്ന ചെയ്തിരിക്കണം. ഫുള്ളായിട്ട് കാർബൺ ഡെപ്പോസിറ്റാണ്. അത്യാവശ്യം ഇതിനുള്ള അടവന്നുണ്ട്. ഈ വാൾവിൻ്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് അടഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും കാർബണാണ് ഇതിനകത്ത് വരിക. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യണമെന്നുണ്ട്. ഇതിലൊക്കെ കാണുന്നത് ഈ കാർബൺ ഡെപ്പോസിറ്റാണ്. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ EGRൻ്റെ ആക്ച്വേറ്ററാണിത്. ഇത് നമ്മൾ ഈ വാൾവ് നന്നായിട്ട് സ്റ്റക്ക് ഉണ്ട് എന്നൊക്കെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഡീസൽ ഉപയോഗിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വെള്ളം ഉപയോഗിച്ച് ഒന്ന് പ്രഷറിൽ വെള്ളം അടിച്ച് വാഷ് ചെയ്തെടുക്കണം. ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതിൻ്റെ സിസ്റ്റം ആക്ച്വേറ്റർ ആയിരുന്നു, EGRൻ്റെ ആക്ച്വേറ്ററാണിത്. ഇതുണ്ടോ, നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു EGRൻ്റെ ആക്ച്വേറ്റർ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ഇതുണ്ടോ, ഈ ഒരു വാൾവ് ഓപ്പൺ ആകുമ്പോൾ ഇതിലൂടെയാണ് എക്സോസ്റ്റ് കയറുക. ഇതിലൂടെയാണ് ഇതിൻ്റെ എക്സോസ്റ്റ് കയറുക. ഓക്കെ, ഇതാണ് EGR അസംബ്ലി. ഇതിലൂടെ ഇതാണ് ഇൻടേക്ക് മാനിഫോൾഡ് അറ്റാച്ച് ചെയ്തിട്ടുള്ള EGR അസംബ്ലി, EGR ബോഡി എന്ന് പറഞ്ഞ സിസ്റ്റം ഇതാണ്. ഇതുണ്ടോ, ഈ ഒരു വാൾവ് ജസ്റ്റ് ഇതാണ്, ഇതിലോട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ഇത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ വാൾവ് ജസ്റ്റ് ഓപ്പൺ ആവുന്ന ടൈമിൽ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ വർക്കിംഗ് വരികയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ എക്സോസ്റ്റിൻ്റെ സിസ്റ്റം. ഇതാണ് ഈ ഒരു പൈപ്പ് ഉണ്ടോ, ഇത് നേരെ നമ്മളെ എക്സോസ്റ്റിൻ്റെ ഇതിന് മാനിഫോൾഡിനായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അവിടെ നേരെ എക്സോസ്റ്റ് വന്നിട്ട് ഇതുവഴി നേരെ എന്ത് ചെയ്യും, എന്താണ്, ഇതൊരു കൂളറാണ്. അതായത് ഇതിനുള്ളിൽ കൂളർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കൂളൻ്റെ സർക്കുലേഷൻ EGRൻ്റെ അകത്തുണ്ടാവും. കാരണം കൂളൻ്റ് സർക്കുലേഷൻ ഈ ഒരു ഹൈ ടെമ്പറേച്ചർ ആയിരിക്കുമല്ലോ എക്സോസ്റ്റ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കൂളാവാൻ വേണ്ടിയിട്ടാണ് ഈ കൂളൻ്റ് കൊടുത്തിട്ടുള്ളത്, കൂളൻ്റ് സിസ്റ്റത്തിന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് കൂളായി അതായത് ഈ എക്സോസ്റ്റ് ഒന്ന് കൂളായതിൻ്റെ ശേഷം നേരെ എന്ത് ചെയ്യും, നേരെ EGR സിസ്റ്റത്തിന് അതിനകത്തേക്ക് വരും. അപ്പോൾ പിന്നീട് ഇതിൻ്റെ മാനിഫോൾഡിനുള്ളിൽ നിന്ന് ജസ്റ്റ് ഈ EGR ബോർഡിൻ്റെ ഉള്ളിൽ നിന്ന് ഈ വാൾവ് ഓപ്പറേറ്റ് ആവുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഇൻടേക്ക് മാനിഫോൾഡിലേക്ക് പാസ് ചെയ്യുക. EGR സിസ്റ്റം എപ്പോഴും വർക്ക് ആവുക എന്ന് പ്രോപ്പർ റണ്ണിങ്ങിലായിരിക്കണം വണ്ടി. ആ സമയത്ത് വർക്ക് ആവുമ്പോൾ സഡനായിട്ട് ആക്സിലേഷൻ കൊടുക്കുന്ന ടൈമിലൊന്നും ഒരിക്കലും ഈ വാൾവ് ഓപ്പൺ ആവില്ല. കറക്റ്റ് പ്രോപ്പറായിട്ട് റണ്ണിങ്ങിൽ പോകുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്യും, EGR അതിൻ്റെ കറക്റ്റ് പെർഫോമൻസ് കാണിച്ചു കൊടുക്കുക. അതായത് EGR ഒരിക്കലും പിക്കപ്പ് കൂട്ടാനുള്ളതല്ല. ഓക്കെ, EGR എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, EGR ആ ഒരു കൂടുതലായിട്ട് എമിഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു സിസ്റ്റമാണ്. കൂടുതൽ ഡീറ്റെയിൽ പറയാൻ ഒരുപാടുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നീട് അവസരത്തിൽ മറ്റൊരു സിസ്റ്റമൊക്കെ അയക്കുന്ന ടൈമിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ തൽക്കാലം ഇതുണ്ടോ, ഇപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം വരിക, വർക്കിംഗ് വരിക. അപ്പോൾ അത് ഈ ഒരു EGR സിസ്റ്റം ബ്ലോക്ക് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് പിക്കപ്പ് ഡ്രോപ്പ് ഉണ്ടാകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ EGR സിസ്റ്റം എന്ത് ചെയ്യുക, ഈ വാൾവ് ഓപ്പൺ ആയി കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് എക്സോസ്റ്റ് കയറും. അങ്ങനെ എക്സോസ്റ്റ് ഇൻടേക്ക് അത് കമ്പഷൻ ചാമ്പറൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓൾറെഡി അവിടെ എന്ത് ചെയ്യും, പ്രോപ്പർ ഫ്രഷ് എയർ ഇല്ലാത്ത കാരണം അവിടെ ഒരു ബേണിങ്ങിൻ്റെ കാര്യത്തിലും കറക്റ്റ് പെർഫോമൻസ് ഇല്ലാതെ വരുമ്പോഴാണ് ഈ ഒരു പിക്കപ്പ് ഡ്രോപ്പ് കാണിച്ചു തുടങ്ങുക. ഓക്കെ, അപ്പോൾ അതുണ്ടോ, ഈ ഒരു പൈപ്പ് നന്നായിട്ട് ഷോക്കായിട്ടുണ്ട്. ഈ പൈപ്പൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം. ഫുൾ കാർബൺ ഡെപ്പോസിറ്റ് ആണ് ഇതിനകത്തൊക്കെ. ഇതൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് പ്രോപ്പർ എയർലൈൻ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്താൽ മാത്രമേ EGR വർക്ക് ചെയ്തതിൻ്റെ ഒരു പെർഫോമൻസ് നമുക്ക് വണ്ടിയിൽ മാറ്റം അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ EGR സിസ്റ്റത്തിൻ്റെ ഫുൾ കിറ്റാണ് ഈ കാണുന്നത്. കണ്ടോ, ഫുൾ സിസ്റ്റമാണ് ഇതുള്ളതാണ്. അതാണ് നമ്മൾ ഇൻ്റർകൂളർ. ഇതാണ് ഇൻ്റർകൂളർ അസംബ്ലി ഫുള്ള് എനിക്ക് ക്ലീൻ ചെയ്യുന്നത്. ഇതിലൊക്കെ ഫുള്ള് ഓയിലിൻ്റെ കണ്ടത്. ഇതിൽ ഓൾറെഡി ചെറുതായിട്ടുണ്ട്. നമ്മൾ ആ PCയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ PC ഫിൽറ്റർ ഷോക്കാണ്. അപ്പോൾ അതും കൂടി ക്ലീൻ ചെയ്യണം. അത് കാരണം കൊണ്ടാണ് ഇതിലൊക്കെ ഓയിൽ എത്തിയിട്ടുള്ളത്. ഇതുണ്ടോ, ഇതിലൊക്കെ ഓയിലാണ്. അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് വാഷ് ചെയ്യണം. അതൊക്കെ നമുക്ക് വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് എന്ത് ചെയ്യുക, പ്രഷറിൽ വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് എയർ അടിച്ചിട്ട് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പൈപ്പ് ഉണ്ടോ, അതാണ് ഈ EGR സിസ്റ്റത്തിൻ്റെ പൈപ്പ്. അതായത് ഇത് ഇൻ്റർകൂളർ അല്ല, ഈ ഇൻ്റർകൂളറായിട്ട് കണക്ട് ചെയ്തുള്ള പൈപ്പാണിത്. അതായത് ഡയറക്റ്റ് ഇതുണ്ടോ ഈ ഇൻടേക്ക് മാനിഫോൾട്ട് മുതലുള്ള, അതായത് EGR സിസ്റ്റം മുതൽ ഈ ഒരു EGR സിസ്റ്റം യൂണിറ്റിൻ്റെ ഇത് മുതൽ നേരെ ഡയറക്റ്റ് ഇൻ്റർകൂളർ വരെയുള്ളതാണിത്. ഇത് ടർബോ ബൂസ്റ്റ് ചെയ്യണ നേരെ ഇൻ്റർകൂളർ വഴി കൂൾ ചെയ്തിട്ട് നേരെ ചാർജ് ചെയ്യാണ്. അതായത് കമ്പഷൻ ചാമ്പർ ചാർജ് ചെയ്യാനുള്ളതാണ്. അതാണ് ടർബോയുടെ പ്രോസസ്സാണിത്. അപ്പോൾ ഇതിലൊക്കെ ഓയിലിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് ക്ലീൻ ചെയ്യണം. അതേപോലെ ഇതാണ് ഫുൾ യൂണിറ്റ്. അതായത് EGR സിസ്റ്റം ചെയ്യുമ്പോൾ ഫുൾ യൂണിറ്റ് ചെയ്യണം. അപ്പോൾ ഫൈനലി നമ്മളെ EGR സിസ്റ്റം ക്ലീനിങ് പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ നമ്മൾ കാണിച്ചത് നൈറ്റ് ടൈം ആയിരുന്നു. അപ്പോൾ ഇന്നലെ ഫുൾ ഡീസലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതുണ്ടോ, EGRൻ്റെ വാൾവ് കാര്യങ്ങളെല്ലാം പ്രോപ്പറാണ്. പിന്നെ കംപ്ലീറ്റ് ലൈൻ നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ EGR ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഫുള്ളായിട്ട് എയർലൈൻ മൊത്തത്തിൽ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ EGR ടർബോൻ്റെ ഓസസ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് നമുക്കിത് ഫിറ്റിങ്സ് ആണുള്ളത്. അപ്പോൾ ഇനി 1 by 1 ആയിട്ട് ഓരോ ഫിറ്റിങ്സിൻ്റെ ഭാഗങ്ങൾ കാണിച്ചു തരാം കേട്ടോ.
ഫിറ്റ് ചെയ്തിട്ടുണ്ട്. EGR ബോർഡിൻ്റെ 2 10mm ബോൾട്ട് ഇവിടെയായിട്ട് വരുന്നുണ്ട്. 2 10mm ബോൾട്ട് കുറച്ച് ഉൾഭാഗത്താണ് വരിക. അപ്പോൾ കാണിക്കാൻ കഴിയില്ല, ചാടി ഭാഗത്ത് ക്യാമറ കൊണ്ട് എത്തുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഷെയ്ക്കിങ് ഒക്കെ വരും. അപ്പോൾ ഇതുണ്ടോ, അപ്പോൾ ഇവിടെ 2 ബോൾട്ട് വരും. അപ്പോൾ അത് കറക്റ്റായിട്ട് EGR ബോർഡ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഹോസ് ടർബോ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ മെയിൻ ഹോസാണത്. അപ്പോൾ അത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുമ്പോൾ തന്നെ നമ്മൾ PC കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. PC ഓൾറെഡി ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങൾ പ്രോപ്പറായി ഇനി നെക്സ്റ്റ് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ EGRൻ്റെ കൂളറാണ്. അതാണ് EGR കൂളറാണിത്. ഈ EGR കൂളർ അസംബ്ലി നമുക്ക് ഡയറക്റ്റ് ഫിറ്റ് ചെയ്യാണ്ട് അത് നേരെ ഇങ്ങനെ അതിൻ്റെ ഫിറ്റിങ്സ് വരും കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഒരു പാക്കിംഗ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഫിറ്റിങ്സ് ഇങ്ങനെ വരിക. ഫിറ്റിങ്സ് എല്ലാം കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ EGRൻ്റെ ആക്ച്വേറ്ററിൻ്റെ ഫിറ്റിങ്സ് ആണ് കാണുന്നത്. അപ്പോൾ ആക്ച്വേറ്റർ പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൂളർ കാര്യങ്ങളെല്ലാം പ്രോപ്പർ ഫിറ്റിങ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ മുമ്പ് കാണിച്ചിരുന്ന പൈപ്പാണ് കണ്ടത്. അത് ഫുള്ളായിട്ട് മുമ്പ് ഫുൾ കാർബൺ അപ്പോൾ ചിലപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു പൈപ്പാണെങ്കിൽ ഡയറക്റ്റ് ഇൻടേക്ക് മാനിഫോൾഡൊക്കെയുള്ള EGRൻ്റെ കണക്ഷനാണിത്. ഇൻടേക്ക് മാനിഫോൾഡുകളുടെ കണക്ഷനാണിത്. അപ്പോൾ ഇതും കൂടി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി. പിന്നെ നമുക്ക് കൂടെ ഫിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ബാറ്ററി കാര്യങ്ങൾ അതുപോലെ തന്നെ കൂളിംഗ് ടാങ്ക് ഫിറ്റിങ്സുകൾ കഴിഞ്ഞാൽ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആവും. ഇപ്പോൾ എയർ ഫിൽറ്റർ റിമൂവ് ഉണ്ട്. എയർ ഫിൽറ്റർ ഫുള്ളായിട്ട് നല്ല ചോക്കാണ്, നന്നായിട്ട് ഡസ്റ്റാണ്, ഫുള്ളായിട്ട് ഡസ്റ്റാണ്. അപ്പോൾ എയർ ഫിൽറ്റർ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയർ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യണം. നമുക്ക് എയർ ഫിൽറ്റർ എത്തിയിട്ടുണ്ടോ, അതാണ് ഇതിന് പുതിയ എയർ ഫിൽറ്റർ. അപ്പോൾ ഈ കേസ് ക്ലീൻ ചെയ്ത ശേഷം നമുക്ക് എയർ ഫിൽറ്റർ സെറ്റ് ചെയ്യാം. പിന്നെ എയർ ഫിൽറ്ററിനോട് കൂടി ഇതിമത്തെ എയർ ഫിൽറ്റർ ബോഡി മെത്തേനാണ് ഇതിന് IAT ആൻസർ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഡസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അതിനകത്ത് ഇതുണ്ടോ, അതാണ് ഇതിന് IAT ആൻസർ. കംപ്ലീറ്റ് ആണ് EGR ആയി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. EGR പ്രോപ്പർ ഫിറ്റിങ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ടർബോയുടെ ഹോസസ് കാര്യങ്ങൾ അതുപോലെ ഇൻ്റർകൂളറെല്ലാം പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടൈമിംഗ് ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിക്ക് ടൈമിംഗ് കാണിക്കാത്ത വീഡിയോ ഒരുപാട് ലെങ്തായി പോകുന്നതാണ്. അപ്പോൾ ഇനി ബ്ലാക്ക് സ്മോക്കിൻ്റെ കംപ്ലയിൻറ്റ് നമുക്ക് ഉണ്ടായിരുന്നു. വണ്ടി ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞാൽ പിക്കപ്പ് എല്ലാം പ്രോപ്പർ ആയിട്ടുണ്ട്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് വണ്ടി ഹാഫ് സ്ഥലത്തിന് സ്റ്റാർട്ടാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, എക്ദം പെർഫെക്റ്റ് ആണ്. നമ്മൾ ബ്ലാക്ക് സ്മോക്കും ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നന്നായിട്ട് ബ്ലാക്ക് സ്മോക്ക് ഉണ്ടായിരുന്നു, കട്ട പോലെ നന്നായിട്ട് ബ്ലാക്ക് സ്മോക്ക് ഉണ്ടായിരുന്നു. എല്ലാം പ്രോപ്പറായിട്ടുണ്ട്. അപ്പോൾ ടർബോ EGR ഒക്കെ ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് അതിൻ്റെ ഹോസസ് കംപ്ലീറ്റ് ചെയ്യണം, എന്നാലേ പ്രോപ്പർ പെർഫോമൻസ് കാണിച്ചു കൊടുക്കുള്ളൂ. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാം. അപ്പോൾ മറ്റൊരു വാഹനത്തിൻ്റെ കംപ്ലയിൻറ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.